ഒരു വാപ്പയും ഉമ്മയും ഇരുന്നു കൊണ്ട് പടച്ചുറപ്പിന്റെ മുമ്പിൽ തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ, തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ അത് നന്മക്കാകട്ടെ, അത് തിന്മക്കാകട്ടെ, അല്ലാഹുവേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന തട്ടിക്കളയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് വാപ്പമാരോട് പറയട്ടെ, എന്തെങ്കിലും ചെറിയൊരു കുരുത്തക്കേട് കാണിച്ചതിന്റെ പേരിലോ ചെറിയൊരു തെറ്റ് ചെയ്തതിന്റെ പേരിലോ മക്കൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കുന്ന എത്രയോ ബാപ്പമാരുണ്ടെന്നറിയോ, എത്രയോ ഉമ്മമാരുണ്ടെന്നറിയോ. നീ ഒരിക്കലും നന്നാകൂലടാ, നീ ഒരിക്കലും നന്നാകൂലടാ, നീ ഒരിക്കലും തന്നെ ഗുണം പിടിക്കില്ല എന്ന് പറയുന്ന എത്രയോ ഉമ്മമാരുണ്ടോ, എത്രയോ ബാപ്പമാരുണ്ട്. പറയല്ല ഉമ്മ, പറയല്ല വാപ്പ, നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയില്ലല്ലോ. നിങ്ങളുടെ മക്കൾക്ക് എതിരായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹുവേ നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു ഒരിക്കലും തന്നെ തട്ടിക്കളയൂല. മക്കളുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കല്ല വാപ്പ, അങ്ങനെ ചിന്തിക്കല്ല ഉമ്മ. അങ്ങനെ എങ്ങാനും നമ്മൾ ചിന്തിച്ചാൽ, അങ്ങനെ എങ്ങാനും നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഉടനെ അല്ലാഹു തആല കബൂലാക്കുമല്ലോ. അതുകൊണ്ട് വേണ്ട, നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിൽ തന്നെ കിടന്നിട്ട് നരകിക്കുന്നത് നമ്മൾ കാണേണ്ടി വരുമല്ലോ. മരിക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ മുമ്പിൽ കിടന്നിട്ടോ രോഗം കൊണ്ടോ കടങ്ങളെ കൊണ്ടോ മാനസികമായ പ്രയാസങ്ങളെ കൊണ്ടോ പടച്ചുറപ്പേ നമ്മുടെ മക്കൾ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കിടന്നിട്ട് നരകിക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരുമല്ലോ. പിന്നെ എവിടെ പോയിട്ട് നമ്മൾ കഴുകി ശുദ്ധിയാക്കിയാൽ നമ്മുടെ മക്കൾക്ക് അതിൽ നിന്ന് നമുക്ക് മോചനം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരിക്കലും തന്നെ പ്രാർത്ഥിക്കല്ലോ, നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു കബൂലാക്കുമല്ലോ. നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കൾ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും, നിങ്ങളുടെ മക്കൾ എന്ത് തന്നെ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തോ. അല്ലാഹുവേ എൻ്റെ പൊന്നുമോനെ നീ നന്നാക്കണേ അല്ലാ, എൻ്റെ പൊന്നുമോളെ നീ നന്നാക്കണേ അല്ലാ എന്നവിടുന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ നിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമല്ലോ. നിന്റെ പൊന്നുമോൾക്ക്, നിന്റെ പൊന്നുമോൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ കൊടുക്കുമല്ലോ. ചില ഉമ്മമാരുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മക്കൾക്കെതിരെ മക്കൾക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. നിന്റെ മക്കൾക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾക്ക്